ഓണറേറിയം വർധന അടക്കമുള്ള 7 ആവശ്യങ്ങളിൽ തീരുമാനമാകാതെ സമരം പിൻവലിക്കില്ലെന്ന് ആശാ വർക്കർമാർ. അനിശ്ചിതകാല നിരാഹാര സമരം 30-ാം ദിവസത്തിലേക്ക് കടക്കാനിരിക്കെ ചർച്ചയ്ക്ക് നിലവിൽ സാഹചര്യമില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് സർക്കാർ. പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ചതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചെങ്കിലും ഇതുവരെ ഉത്തരവൊന്നും പുറത്തിറങ്ങാത്തതിൽ അമർഷത്തിലാണ് ആശമാർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 68 ദിവസം പിന്നിടുകയാണ്. ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള 7 ആവശ്യങ്ങളിൽ സർക്കാർ ഇനിയും തീരുമാനമെടുത്തിട്ടില്ല. പലതവണ മന്ത്രിതല ചർച്ചകൾ നടന്നെങ്കിലും സമവായത്തിലെത്താത്ത സാഹചര്യത്തിലാണ് അവധി ദിവസമായ ദുഃഖവെള്ളി ദിനത്തിലും ആശമാർ സമരം ശക്തമായി തുടരുന്നത്. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാരെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രിക്ക് സമരം ചെയ്യുന്നവരോട് അസഹിഷ്ണുതയെന്നും സമരക്കാരെ സന്ദർശിച്ച ശേഷം രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണിൽ ചോരയില്ലാത്തൊരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇത്ര ദിവസമായിട്ട് 30 ദിവസമായി നിരാഹാരത്തിലാണ്, 68 ദിവസമായി അവർ സമരത്തിലാണ്. ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ ഒന്നുപോലും പരിഗണിക്കാൻ പോലും ഗവൺമെൻറ് തയ്യാറല്ല. ഈ സർക്കാർ മുഖ്യമന്ത്രിയും ഈ സമരത്തോട് പരിപൂർണമായ അസഹിഷ്ണുതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സമരം ചെയ്യുന്നവരെ അപമാനിക്കുക, ആക്ഷേപിക്കുക, സമരത്തോട് തികഞ്ഞ പുച്ഛ മനോഭാവത്തെ സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുക, ഇതെല്ലാമാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ ബഹുജന പ്രക്ഷോഭമായി ഇത് വളർന്നു വരുന്നു എന്നതിൽ സർക്കാർ അസഹിഷ്ണുത കാണിച്ചിട്ട് അർത്ഥമില്ല. ആശാ വർക്കർമാർ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ എല്ലാവർക്കും അറിയാം. അവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. അവർക്ക് ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാനുള്ള മനോഭാവമാണ് സർക്കാർ കാണിക്കേണ്ടത്. ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത നിഷേധാത്മക ഭാവമാണെന്നും ശത്രുതാഭാവമാണ് സർക്കാർ വെച്ച് പുലർത്തുന്നതെന്നും മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് ഏകാധിപത്യപരമാണെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. 68 ദിവസമായി ആശാ സഹോദരിമാർ സമരരംഗത്താണ്. തികച്ചും ന്യായമായ ആവശ്യമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. ഈ സമരത്തിനെതിരെ സംസാരിക്കുന്നവർക്കും അറിയാം ആശാ സഹോദരിമാർ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ ന്യായമാണെന്ന്. അതുകൊണ്ടാണല്ലോ നിരവധി പഞ്ചായത്ത് നഗരസഭാ സംവിധാനങ്ങൾ അവരുടെ ബജറ്റിൽ തന്നെ തുക വകയിരുത്തി അവർക്ക് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ച് കൊടുക്കുന്നത്. ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത നിഷേധഭാവമാണ്, ശത്രുതാഭാവമാണ് അവർ ഈ സമരത്തോട് വെച്ച് പുലർത്തുന്നത്. രാഷ്ട്രീയത്തിൻ്റെ തിമിരം ബാധിച്ച, അന്ധമായ രാഷ്ട്രീയത്തിൻ്റെ തിമിരം ബാധിച്ച അവർ യഥാർത്ഥത്തിൽ കാണിക്കുന്നത് കടുത്ത അനീതിയാണ്. സമരത്തിന്റെ അടുത്ത ഘട്ടമായി ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തയ്യാറായ തദ്ദേശ സ്ഥാപന ഭരണാധികാരികൾക്ക് ഏപ്രിൽ 21-ന് ആദരമർപ്പിക്കാൻ ആശാ സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് രേഖാമൂലം കൃത്യമായ ഉറപ്പ് ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് ആശാ സമരസമിതി. അതേസമയം ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ചെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചെങ്കിലും കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല. സർക്കാർ ഹൈക്കോടതിയെ കബളിപ്പിക്കുകയാണ് ചെയ്തതെന്ന് ആശമാർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. M5 ന്യൂസ്, തിരുവനന്തപുരം.